പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 100 രൂപയ്ക്ക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ കീ ചെയിൻ ലൈറ്റ്. അതായത് എമർജൻസി ലൈറ്റ്. ഇത് റീചാർജബിൾ ആണ്. അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുവാണെങ്കിൽ ഓഫറുള്ള സമയങ്ങളിൽ 100 രൂപ 120 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ മിക്കവാറും ഇതിൻ്റെ വില 150 രൂപയായിരിക്കും. അപ്പോൾ നമ്മൾക്കിത് ഒന്ന് തുറന്ന് നോക്കാം. കടയിൽ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 100 രൂപയ്ക്ക് മിക്കവാറും മൊബൈൽ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ ചാർജിങ് പോർട്ടുണ്ട്, ഇനി ഒരു സൈഡിൽ ഇതിൻ്റെ സ്വിച്ചാണ്. ചാർജിങ് പോർട്ട് വരുന്നത് സി ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലൊരു മാഗ്നറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പവറുള്ള മാഗ്നറ്റാണ്. ഇത് നോക്കുക, ഇതിൻ്റെ വെയ്റ്റിന് ഈ സ്ക്രൂ ഡ്രൈവറിൽ തന്നെ ഇത് പിടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ആ മാഗ്നറ്റിനുണ്ട്. അതായത് നമ്മൾ ഏതൊരു സർഫേസിൽ കൊണ്ട് വെച്ചാലും അതിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഈ ഒരു മാഗ്നറ്റിനുണ്ട്. അതേപോലെ തന്നെ പുറകിൽ നമ്മൾക്ക് ഇതിങ്ങനെ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നോക്കുക, ഇവിടെ ഒരു LED കൊടുത്തിട്ടുണ്ട് ഇതിന് ഇൻഡിക്കേഷൻ. പിന്നെ ഇത് മൊത്തത്തിൽ മെറ്റൽ ബോഡിയാണ്. പിന്നെ ഇവിടെ ഒരു കീ ചെയിനിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ച്. അപ്പോൾ കീ ചെയിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 വീലറൊക്കെ ഉപയോഗിക്കുന്നവർ ഇത് വാങ്ങി 2 വീലറിൽ കീ ചെയിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. 4 വീലറൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വാട്ടർ പ്രൂഫ് അല്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. വാട്ടർ റെസിസ്റ്റൻ്റ് മാത്രമാണ്. അപ്പോൾ നമ്മളൊരു സിംഗിൾ ക്ലിക്ക് കൊടുക്കുമ്പം ഇത് ഫുൾ ബ്രൈറ്റ്നെസ്സിലോട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ഏകദേശം 1-2 മാസങ്ങളോളം ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ഈ ബ്രൈറ്റ്നെസ്സിൽ ഈ ലൈറ്റ് നിന്നതിന് ശേഷം അത് ഡിമ്മായിട്ട് പവർ സേവിങ് മോഡിലോട്ട് പോകും. ഡിമ്മായെന്ന് പറഞ്ഞാൽ ഒരു പകുതിയോളം വെളിച്ചം കുറയും ഇതിൻ്റെ. അതേപോലെ തന്നെ ഇനി ഒരു ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ലോ മോഡിലോട്ട് പോകും. ഈ ലോ മോഡിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ലൈറ്റും ഡിമ്മാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അതൊരു പവർ സേവ് മോഡിലോട്ട് പോകുന്നതാണ്. മൂന്നാമതൊരു ക്ലിക്ക് കൊടുക്കുമ്പോഴാണ് ഈ SOS മോഡിലോട്ട് പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു രീതിയിൽ ഇതിന് ഇത്രയും ബ്രൈറ്റ്നസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് 20 മിനിറ്റോളം മാത്രമാണ് കിട്ടുന്നത്. നിങ്ങൾ ഏതൊരു ബ്രാൻഡ് വാങ്ങിയാലും 1 മണിക്കൂർ 2 മണിക്കൂർ 4 മണിക്കൂർ എന്നൊക്കെ ചിലപ്പം എഴുതിയിട്ടുണ്ടാകും. ഇതിൻ്റെ മുകളിൽ അങ്ങനെ ടൈമൊന്നും എഴുതിയിട്ടില്ല ഈ കവറിൻ്റെ മുകളിൽ. ചിലപ്പോൾ ഓൺലൈനൊക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കുക, അതിൽ 2 മണിക്കൂറൊക്കെ വർക്കാവും എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ 2 മണിക്കൂർ വർക്കാകാനുള്ള ബാറ്ററി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇതൊരു 6 വാട്ടിൻ്റെ LED ആണ്. ഇതിൻ്റെ ഉള്ളിൽ 3.7 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ്. അതേപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റി 500 mAh മാത്രമാണ്. അപ്പോൾ അതിൽ കൂടുതൽ വലിയൊരു ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് മുകളിൽ വർക്കാവുമെന്ന് ആരും പ്രതീക്ഷിച്ച് ഇത് വാങ്ങിക്കുകയും വേണ്ട. അതേപോലെ തന്നെ ഇത് എമർജൻസി പർപ്പസിന് വേണ്ടിയുള്ള ഒരു സംഭവം മാത്രമാണ്. 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റിന് വേണ്ടി മാത്രം. അപ്പോൾ ഇത് ഫുൾ ബ്രൈറ്റ്നെസ്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നോക്കുക, ഇതിൻ്റെ ബ്രൈറ്റ്നസ് നല്ല ഫുൾ ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ ഫുൾ ബ്രൈറ്റ്നസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട്. ഇനി ഇതിൻ്റെ ലൈറ്റ് ഡിമ്മാകത്തില്ല. ഇത് 5 മിനിറ്റ് 10 മിനിറ്റ് 20 മിനിറ്റ് വരെ ഇതിങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കും. നമ്മൾ മറ്റുള്ള മോഡുകൾ കണ്ടോ, ഇതിപ്പോൾ ഒരു സിംഗിൾ ക്ലിക്ക് കൊടുത്താൽ ഓഫ് ആവുകയും ചെയ്യും. അപ്പോഴും നമ്മൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയത് പെട്ടെന്നുള്ള എമർജൻസി സിറ്റുവേഷൻസിലൊക്കെയാണ്. വണ്ടിയുടെ ഉള്ളിലൊക്കെ
നമ്മൾക്ക് ലൈറ്റിൻ്റെ ഉപയോഗമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ആ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ മൊബൈലിലൊക്കെ ഫ്ലാഷ് ലൈറ്റ് ഉള്ളത് കാരണം നമ്മൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഉപയോഗം ഇല്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഇതിന് ട്രൈപോഡ് മൗണ്ട് ചെയ്യാനുള്ളൊരു സെക്ഷൻ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ കടയിൽ പോയിട്ട് 4 ഇഞ്ചിൻ്റെ ഒരു ബോൾട്ട് വാങ്ങിക്കുക. ഇത് ഞാനൊരു 4 ഇഞ്ചിൻ്റെ ബോൾട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഒരു എൻഡ് ഇവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം ട്രൈപോഡിൽ നിങ്ങൾക്ക് റിംഗ് ലൈറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈപോഡിൽ മൗണ്ട് ചെയ്ത് ഇവിടെ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോകൾ നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. റിംഗ് ലൈറ്റിനേക്കാളും നല്ല കൂടുതൽ വെളിച്ചത്തിൽ ഇത് കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ പോയിൻറ്റഡ് ആയിട്ടുള്ള ലൈറ്റല്ല, നമുക്ക് നല്ല സ്പ്രെഡ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഉപയോഗത്തിന് വളരെ പറ്റിയ സാധനമാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് അത്യാവശ്യം ഒരു കൗതുകത്തിനൊക്കെ വാങ്ങിച്ച് വെക്കാമെന്നല്ലാണ്ട് നമ്മൾക്ക് വേറെ ഉപയോഗമൊന്നും ഇതിനെക്കൊണ്ടില്ല. നമ്മൾ മിക്കവാറും എല്ലാവരും തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ ഫ്ലാഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് മൊബൈൽ ഫോണിലെ ഫ്ലാഷാണ്. അതേപോലെ തന്നെ ഇത് എപ്പോഴും 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഇത് 1 മണിക്കൂറോളം ചാർജ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. പിന്നെ ഒരു കൗതുകത്തിനൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാറ്ററി വാങ്ങിക്കണമെങ്കിൽ ബാറ്ററിക്ക് തന്നെ 200 രൂപ നമ്മൾ സ്പെയർ ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ 200 രൂപ ചിലവാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി ചിന്തിക്കുക, വെറുതെ 100 രൂപ കൊണ്ട് കളയണമോ വേണ്ടയോ എന്ന്.